പാലക്കാട് പട്ടാമ്പി ഉപജില്ലാ കലോത്സവ ഫലപ്രഖ്യാപനത്തിൽ അട്ടിമറി നടന്നെന്ന് കണ്ടെത്തൽ. ഹയർ സെക്കൻഡറി രചനാ മത്സരങ്ങളുടെ ഗ്രേഡ് അപ്ലോഡ് ചെയ്തതിലാണ് ക്രമക്കേട് നടന്നത്. AEO നിയമിച്ച അന്വേഷണ സംഘമാണ് ക്രമക്കേട് കണ്ടെത്തിയിരിക്കുന്നത്. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ എടപ്പാലം PTMY HSS നേടിയ ഓവറോൾ കിരീടം നടുവട്ടം ഗവൺമെന്റ് HSSന് കൈമാറും. ഇക്ബാൽ അറക്കൽ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ഇക്ബാൽ അറക്കൽ, നമ്മൾ തന്നെ കലോത്സവത്തിലെ ക്രമക്കേടുകളും ഒപ്പം തന്നെ അഴിമതിയും ഒക്കെ പുറത്തു കൊണ്ടുവന്നിരുന്നതാണ്. ആ വിഷയവുമായി ബന്ധപ്പെട്ട് പട്ടാമ്പിയിൽ കേട്ട ആ വിവാദത്തിൽ കഴമ്പുണ്ടെന്നാണോ ഇപ്പോൾ അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്? കലോത്സവത്തിന്റെ സംസ്ഥാനതലം കഴിഞ്ഞിട്ടും ഈ പട്ടാമ്പിയിലെ ഉപജില്ലാ കലോത്സവത്തിൽ വലിയ രീതിയിലുള്ള ക്രമക്കേടാണോ നടന്നത്? എങ്ങനെയാണ് ആ ക്രമക്കേട് നടന്നത്? ആരാണെന്ന് നടത്തിയത്? എന്തെങ്കിലും അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് നടപടികൾ ഉണ്ടാകുമോ? അരുൺ, ഇക്കഴിഞ്ഞ നവംബർ 15-നാണ് പട്ടാമ്പി ഉപജില്ലാ കലോത്സവം സമാപിക്കുന്നത്. അന്ന് ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ വിഭാഗങ്ങളിൽ ഓവറോൾ കിരീടം കിട്ടിയത് എടപ്പലം PTM സ്കൂളിനായിരുന്നു. പക്ഷേ ഈ കിരീടം നൽകിയതിന് തൊട്ടു പിന്നാലെ തന്നെ നടുവട്ടം സ്കൂളിലെ ചില മത്സരാർത്ഥികളുടെ രക്ഷിതാക്കൾ ചില സംശയങ്ങളുമായി AEO സമീപിക്കുകയായിരുന്നു. അതായത് മത്സര ഫലങ്ങൾ പ്രഖ്യാപിച്ചപ്പോൾ A ഗ്രേഡ് ആയിരുന്നത് വെബ്സൈറ്റിൽ പരിശോധിക്കുമ്പോൾ അത് B ഗ്രേഡായി മാറിയിരിക്കുന്നു. കൃത്യമായി തന്നെ ഈ രക്ഷിതാക്കൾ AEOക്ക് പരാതി നൽകി. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ചില അധ്യാപക സംഘടനകളുടെ പ്രതിനിധികളെ വെച്ച് AEO പരിശോധന നടത്തിയപ്പോഴാണ് ഈ ക്രമക്കേട് നടന്നു എന്ന രീതിയിലുള്ള ഒരു അന്വേഷണ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പുറത്തുവിട്ടുള്ള ചിത്രങ്ങളിൽ തന്നെ വ്യക്തമാണ്. ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ ചിത്രരചനാ മത്സരത്തിൽ രജിസ്ട്രേഷൻ നമ്പർ 23-44-8 എന്ന രീതിയിൽ മത്സരിച്ചുള്ള വരദ PS എന്ന് പറയുന്ന നടുവട്ടം സ്കൂളിലെ വിദ്യാർത്ഥിയുടെ മത്സര ഫലം വന്നപ്പോൾ അത് A ഗ്രേഡ് ആയിരുന്നു. പക്ഷേ ഇതേ വിദ്യാർത്ഥിയുടെ ഈ മത്സര ഫലം അത് വെബ്സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്തപ്പോൾ അത് B ഗ്രേഡായി മാറിയിരിക്കുന്നു. ഇതുകൊണ്ട് തന്നെ നടുവട്ടം സ്കൂളിന് ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ പല മത്സര ഇനങ്ങളിലും അവരുടെ ഓവറോൾ പോയിന്റ് കണക്ക് കൂട്ടുമ്പോൾ അത് കുറവായി രേഖപ്പെടുത്തുകയും ഇതുകൊണ്ട് തന്നെ നടുവട്ടം സ്കൂളിന് കിരീടം നഷ്ടമാവുകയായിരുന്നു. എടപ്പലം സ്കൂളിനാണ് പകരം ഈ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഓവറോൾ കിരീടം ലഭിക്കുകയും ചെയ്തത്. ഈ കൃത്യമായി തന്നെ മത്സരാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും ഈ കാര്യം കണ്ടെത്തുകയും അവർ AEOക്ക് പരാതി നൽകുകയും AEO കൃത്യമായി ഇതൊരു അന്വേഷണം പ്രഖ്യാപിക്കുകയും ഇപ്പോൾ ആ അന്വേഷണത്തിൽ കൃത്യമായി ഈ ക്രമക്കേട് കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നു. ആ ക്രമക്കേടിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഈ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ AEO ഈ എടപ്പലം സ്കൂളിൽ നിന്ന് നടുവട്ടം സ്കൂളിലേക്ക് ഈ ഹയർ സെക്കൻഡറി വിഭാഗത്തിന്റെ ഓവറോൾ കിരീടം കൈമാറാനുള്ള നിർദ്ദേശവും നൽകിയിരിക്കുന്നു. വലിയ രീതിയിലൊരു ക്രമക്കേടാണ് നടന്നിരിക്കുന്നത്. അതായത് ഒരു ഓവറോൾ കിരീടം നേടാൻ വേണ്ടി വിദ്യാർത്ഥികളുടെ മത്സര ഫലം അത് പ്രഖ്യാപിച്ചതിന് ശേഷം പിന്നീട് വെബ്സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്യുമ്പോൾ അത് മാറ്റിയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത്തരത്തിൽ ഏതെങ്കിലും കൂടുതൽ മത്സര ഇനങ്ങളിൽ ഇത്തരത്തിലുള്ള ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടോ എന്നുൾപ്പെടെ AEO പരിശോധിക്കുന്നുണ്ട്. ഏതായാലും രക്ഷിതാക്കൾ അവർക്കുണ്ടായ ആ സംശയം അവർ കൃത്യമായി തന്നെ ഉന്നയിച്ച ആ പരാതിയിൽ നടന്ന അന്വേഷണം അതെല്ലാം തീർത്തും മുറ പോലെ നടന്നതുകൊണ്ട് തന്നെ കൃത്യമായി നടുവട്ടം സ്കൂളിന് അവർക്ക് അവരുടെ അവകാശപ്പെട്ടുള്ള അല്ലെങ്കിൽ അവർക്ക് കിട്ടേണ്ടിയിരുന്ന ആ ഒരു ഓവറോൾ കിരീടം കിട്ടിയിരിക്കുന്നു. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ നടപടികൾ ഉണ്ടാകുമെന്നും അറിയുന്നുണ്ട്. ഏതായാലും ആരാണ് ഈ ക്രമക്കേട് നടത്തിയത്, അവർ ആരാണെന്നും കണ്ടെത്തി അവർക്കെതിരെ കൃത്യമായി തന്നെ നടപടി സ്വീകരിക്കാനാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെയും തീരുമാനം. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതിഷേധങ്ങൾ നടത്താനുള്ള സാഹചര്യം നിലനിൽക്കുന്നുണ്ട് എന്നാണ് നിലവിൽ പട്ടാമ്പിയിൽ നിന്നും ലഭ്യമാവുന്ന വിവരം. അരുൺ.